ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജെഎം ജേണി. തുടരും റെക്കോർഡുകൾ ഇട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സിനിമ അടക്കം ഒരു 3-4 അപ്ഡേറ്റുകൾ നമുക്ക് പറയാനുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജയിലർ 2. എന്താണ് ജയിലർ 2നെ കുറിച്ച് പറയാനുള്ളത്? ജയിലർ 2ൽ ആരായിരിക്കും വില്ലൻ എന്നതിനെ കുറിച്ച് പല ചർച്ചകളും നടക്കുന്നുണ്ടെങ്കിലും എസ് ജെ സൂര്യ എന്നുള്ള രീതിയിലാണ് ഏറ്റവും വലിയ റൂമറുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മലയാളത്തിൽ നിന്നും ഇതിലേക്ക് പുതിയൊരു താരം കൂടി കയറി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ്. അത് നമ്മുടെ സ്വന്തം ഫഹദ് ഫാസിൽ ഫഫ ആണെന്നാണ് കേൾക്കുന്നത്. സൂപ്പർ കോംബോ ജയിലർ 2ൽ രജനീകാന്തിനൊപ്പം ഫഹദ് ഫാസിൽ എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വന്നിട്ടുള്ളത്. തമിഴ് മലയാളം സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്ത ചിത്രമാണ് ജയിലർ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. ചിത്രത്തിന്റെ 2ാം ഭാഗം ഒരുങ്ങുന്നു എന്ന വാർത്തയും ഇരു കൈയും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത്. ആയിക്കോട്ടെ, ഷൂട്ടിംഗ് അട്ടപ്പാടിയിലായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിൽ ഫഹദ് ഫാസിലും ഉണ്ടാകുമെന്നാണ് പുതിയ റിപ്പോർട്ട്. ഇതിനു മുമ്പ് വേട്ടക്കാരനല്ലോ വേട്ടയ്യൻ ആ സിനിമയിൽ ഉണ്ടായിരുന്നു. പക്ഷെ വലിയ സംഭവമൊന്നും ആയില്ല, പടം തന്നെ മോശമായി പോയി. പോലീസ് ഉദ്യോഗസ്ഥനായാണ് ചിത്രത്തിൽ ഫഹദ് എത്തുക എന്നാണ് റിപ്പോർട്ടുകൾ. അടുത്ത ഷെഡ്യൂൾ മുതൽ ഫഹദ് ഫാസിൽ ചിത്രത്തിൽ ജോയിൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഉടനെ ഉണ്ടാകുമെന്നാണ് വിവരം. രജനീകാന്ത്, രമ്യ കൃഷ്ണൻ, മിർണ മേനോൻ, അതാരാണ് ആ മരുമകളായിട്ടുള്ള കഥാപാത്രം ആയിരിക്കാം, എവിടെ തുടങ്ങിയവരാണ് ജയിലർ 2 ഷൂട്ടിനായി അട്ടപ്പാടിയിൽ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ വേട്ടയ്യൻ എന്ന ചിത്രത്തിൽ രജനീകാന്തിനൊപ്പം ഫഹദ് എത്തിയിരുന്നു. ബ്ലാ 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 അങ്ങനെ കുറെ വാർത്തകൾ അതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. സോ കുറെ ആളുകൾ പറഞ്ഞത് വില്ലനായിട്ട് ഒരു പക്ഷേ ഫഹദ് ഫാസിലായിരിക്കും. കാരണം വില്ലൻ ആരാന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ചോദ്യം തന്നെയാണ്. നായകനോളം ഒരു പക്ഷേ പലരുടെ മനസ്സിലും നായകനേക്കാൾ മുകളിൽ പോയിട്ടുള്ള ഒരു വില്ലനായിരുന്നു വിനായകൻ അവതരിപ്പിച്ചിട്ടുള്ള ജയിലറിലെ വില്ലൻ. ആ കഥാപാത്രം എന്ന് പറയുന്നത് എന്ത് എന്ത് സംഭവമായിരുന്നു. പെർഫോമൻസ് ആണെങ്കിലും പുള്ളിന്റെ ആ കണ്ണിൽ ലെങ്സ് ഒക്കെ വെച്ചിട്ടുള്ള നോട്ടവും പറച്ചിലും 100% പ്രൊഫഷണൽ എന്നൊക്കെ പറയുന്ന സാധനം, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഭീകരനായിട്ടുള്ള ഒരു വില്ലൻ. ആ വില്ലന്റെ പകരം ഒരാൾ വരുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കണം. എസ് ജെ സൂര്യ പറയുമ്പോഴുള്ള വിഷയം എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ ആ ഒരു അഭിനയം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഭയങ്കര ഒരു വന്ന് 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 വീണ്ടും വീണ്ടും ഈ സാധനം തന്നെ കണ്ടൊരു മടുപ്പായിട്ടുണ്ട് ആളുകൾക്ക്. ആ ഒരു അലർച്ചയും എന്നോ ആ സാധനം അത് കണ്ടൊരു മടുപ്പായിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. സോ അദ്ദേഹം വില്ലായിട്ട് വരുമ്പോൾ പേര് കേൾക്കുമ്പോഴും പറഞ്ഞു കേൾക്കുമ്പോഴും നമുക്ക് എന്തായാലും വിനായകന്റെ ഒപ്പം പോലും നിൽക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ലാത്തൊരവസ്ഥ കുറെ ആളുകളുടെ ഉള്ളിലെങ്കിലും വന്നിട്ടുണ്ട്. പേഴ്സണലി എനിക്കാണെങ്കിലും അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. പുള്ളി കിടന്ന അഭിനയമാണ്, ഒക്കെ സമ്മതിച്ചു. പക്ഷെ കണ്ട് അവൾ മടുത്തു. വിനായകൻ വില്ലായിട്ട് വരുമ്പോൾ ഒരു ഡിഫറെന്റ് അപ്രോച്ച് ആയിരുന്നു, ഡിഫറെന്റ് ആയിട്ടുള്ളൊരു രീതിയായിരുന്നു. അപ്പൊ അതൊക്കെ ഭയങ്കര രസമായിരുന്നു. എന്തായാലും മഹാഭാരതം, അടുത്തത് മഹാഭാരതം എന്ന് പറയുന്ന സിനിമ നമ്മുടെ എന്താ പറയാ അമീർ ഖാന്റെ സ്വന്തം പ്രൊഡക്ഷൻ ഹൗസിന്റെ ബാനറിൽ അദ്ദേഹം തന്നെ ഒരു 3 ഭാഗമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നല്ല, അത് ഉറപ്പാണെന്ന് പുള്ളി തന്നെ ഇന്റർവ്യൂവിൽ പറയുകയും സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതും ലോർഡ് ഓഫ് ദി റിങ്സ് പോലെയുള്ള രീതിയിലാണ് മേക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്ന രീതിയിലും പറഞ്ഞു കേട്ടിരുന്നു. എന്നാണ് ഈ സിനിമ വരിക എന്നുള്ളതിനെ കുറിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഈ വർഷം തന്നെ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. മഹാഭാരതം ഈ വർഷം തന്നെ അമീർ ഖാൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഈ വർഷം തന്നെ തന്റെ എക്കാലത്തെയും വലിയ സ്വപ്നമായ മഹാഭാരതത്തിന്റെ സിനിമാ രൂപം സംഭവിക്കും എന്ന് അമീർ ഖാൻ ഹോളിവുഡ് റിപ്പോർട്ടിന് നൽകിയ അഭിമുഖത്തിലാണ് അമീർ ഖാൻ ചിത്രത്തെ പറ്റി വാചാലനായത്. മഹാഭാരതം പോലൊരു ഇതിഹാസ കാവ്യത്തെ ഒറ്റത്തിൽ മുഴുവനായി പറയാൻ കഴിയില്ല. സോ അതൊരു 3 പാർട്ട് ഫ്രാഞ്ചൈസ് പോലെ ആയിരിക്കും പ്ലാൻ ചെയ്യാന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ഈ വർഷം തന്നെ ഒന്ന് അത്രയും നല്ലത്. പക്ഷെ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഉദ്ദേശം പോലെ ചെയ്യാൻ പറ്റുന്ന സാധനമാണോ അറിയില്ല. ഇനി ഒരു പക്ഷേ ഇദ്ദേഹം കുറെ വർഷങ്ങളായിട്ട് ഇത് പ്ലാൻ ചെയ്തപ്പോൾ പറയുന്നല്ലോ, എക്കാലത്തെയും വലിയ സ്വപ്നങ്ങളിൽ ഒന്ന് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പ്ലാനിങ്ങൾ ഒരു പക്ഷേ ഉള്ളിലൂടെ നടന്നിട്ടുണ്ടാവും. നെക്സ്റ്റ് തുടരിനെ കുറിച്ച് 2-3 കാര്യങ്ങൾ പറയണ്ട. ഒന്ന്, തുടരും സിനിമയ്ക്ക് ശേഷം ഞങ്ങൾ തുടരും എന്നാണ് പറഞ്ഞത് തരുൺ മൂർത്തി, ബിനു പപ്പുവും അവരൊന്നിക്കുന്ന അടുത്തൊരു പടം വരുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഡൺ എന്ന് തന്നെ പറയാം. ആ രീതിയിൽ തന്നെയാണ്. അപ്പൊ നെക്സ്റ്റ് ചിത്രം അതായിരിക്കും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അടുത്തത് ഇപ്പോഴും വളരെ സക്സസ്ഫുൾ ആയി പടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പറയാനുള്ളത് എമ്പുരാൻ ബുക്ക് മൈ ഷോയിൽ ആദ്യ ദിവസം പോയത്. എമ്പുരാനെ പറയണത് ആദ്യ ദിവസം ബുക്ക് മൈ ഷോയിൽ വന്നിട്ടുള്ളത് 3,79,000 ടിക്കറ്റുകളാണ്. 3,79,000 ടിക്കറ്റുകൾ എമ്പുരാൻ. തുടരും ബുക്ക് മൈ ഷോയിൽ ആദ്യ ദിവസം പോയത്. ഇവിടെ പറയുമ്പോൾ ആലോചിക്കണം, എമ്പുരാൻ എത്ര വലിയ ഹൈപ്പിൽ വന്ന പടമാണ്, എത്ര വലിയ സംഭവമായിരുന്നു. ഈ 3,79,000 അതിന് സംബന്ധിച്ച് അത് കിട്ടേണ്ടതാണ്. അർഹമായിട്ട് അത്രയും പ്രൊമോഷൻസ് അവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ ഒന്നുമില്ല. ജസ്റ്റ് ലാലേട്ടൻ പടം തരുൺമൂർത്തി ചെയ്യുന്നു, ശോഭന കോമ്പ് വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ അത്ര ഇമ്പാക്ട് ഉണ്ടാക്കും അറിയില്ല. ചെറിയൊരു സിനിമ കണ്ടു നോക്കാം. ലാലേട്ടന്റെ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള നല്ലൊരു സിനിമ. ഇതിനപ്പുറത്തെ ഒരു ഹൈപ്പും ആ സിനിമയ്ക്ക് ഇല്ലായിരുന്നു. എന്നിട്ട് തുടരും ബുക്ക് മൈ ഷോയിൽ ആദ്യ ദിവസം പോയത് 4,28,660 ടിക്കറ്റ്. എന്റെ മോനെ, ലാലേട്ടൻ, ദ ബ്രാൻഡ്. മോഹൻലാൽ റെക്കോർഡ് ഇടാൻ ഹൈപ്പ് വേണ്ട.
ഒരു ചെറിയ പോസിറ്റീവ് പോന്നാൽ മതി എന്നുള്ളത് എത്രയോ കാര്യമായി നമ്മളെല്ലാവരും പറയുന്ന, ഞാൻ എൻ്റെ എത്രയോ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ജയിലർ വന്ന സമയത്ത് പോലും ഞാൻ പറഞ്ഞിരുന്നു, കംബാക്ക് ആഗ്രഹിച്ചെത്തുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ആണ് ലാലേട്ടൻ ഏറിപ്പോയാൽ അത്യന്തമൊന്നും ഇല്ല. എന്തായിരുന്നു ഇമ്പാക്ട്, എന്തായിരുന്നു ആവേശം, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു പോസിറ്റീവ് വന്നാൽ ലാലേട്ടന്റെ ഫാൻ പവർ എന്ന് പറയുന്നത് ഭയങ്കരം തന്നെയാണ്. അത് സമ്മതിക്കാർക്കും കഴിയില്ല. ഓക്കെ, ശരിയായിരിക്കാം, മമ്മൂക്ക ലാലേട്ടൻ രണ്ടുപേർക്കും ഫാൻസ് ഉണ്ടാവും, ഈക്വൽ ആയിരിക്കാം. പക്ഷെ ആക്റ്റീവ് ഫാൻസ് എന്ന് പറയുന്ന, അതായത് സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ പറയല്ല, അതിനപ്പുറത്തേക്ക് തിയേറ്ററുകളിലേക്ക് ഈ ആളുകളെ എത്തിക്കാൻ കഴിയുന്ന രീതിയിൽ അത്ര ആക്റ്റീവ് ആയിട്ടുള്ള ഫാൻസ് ആണ് ലാലേട്ടൻ ഉള്ളത്. അത് അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും ഇമ്പാക്ട് ചെയ്യാറുമുണ്ട്. അതായത് റെക്കോർഡുകൾ ഇട്ടിട്ടുള്ള, വലിയ കളക്ഷൻ നേടിയിട്ടുള്ള എല്ലാ സിനിമ എടുത്ത് നോക്കിയാലും നമുക്കറിയാം, ചെറിയ സിനിമയിൽ വന്നിട്ടുള്ളതാണെങ്കിൽ പോലും പോസിറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിൽ കളക്ഷൻ നേടാൻ അദ്ദേഹത്തിന് കഴിയുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. അത് ഫാൻസ് ഒരു പ്രധാന കാരണം. പിന്നെ ആളുകൾ സ്വാഭാവികമായിട്ടും എല്ലാവരും പോയി കാണും. അത് ഓഫ്കോഴ്സ് അത് ഏത് വലിയ എന്താ പറയാ, എത്ര ഹെയ്റ്റർ ആയിട്ടും കാര്യമില്ല. മലയാള സിനിമയുടെ പ്രത്യേകത, നല്ല സിനിമയാണെങ്കിൽ എല്ലാവരും പോയി കാണും, അവിടെ ഫാൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതും അതിനൊരു ഘടകമാണ്. ഇനി ഇതിന്റെ കൂടുതൽ പറയാനുള്ളത് ഇതിന്റെ വില്ലനെ കുറിച്ചാണ്. വില്ലനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ 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 മോശമായി പോകും. സോ വില്ലൻ പ്രകാശ് വർമ്മ, പുള്ളി, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്, എന്നെ വിളിച്ചിരുന്ന ഒരു ഫ്രണ്ട്, എൻ്റെ മനീഷിന്റെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാം. നല്ല സുഹൃത്താണ്, ഓരോ സിനിമകൾ കണ്ടൊക്കെ പറയാറുണ്ട്. അപ്പൊ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, 2 വീഡിയോ ചെയ്തു, രണ്ടിലും അദ്ദേഹത്തെ കുറിച്ച് അധികം പറഞ്ഞു കേട്ടില്ല. ആദ്യത്തെ റിവ്യൂല് ഞാൻ കുറെ പറഞ്ഞിരുന്നു, പക്ഷെ ഡീറ്റെയിൽ ആയി പറഞ്ഞില്ല. പുള്ളി ഇത് അർഹിക്കുന്നുണ്ടെന്ന രീതിയിൽ പറഞ്ഞപ്പോൾ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ഒന്ന് ഉൾപ്പെടുത്തുന്നത് പറഞ്ഞപ്പോൾ എനിക്കും അത് ശരിയാണെന്ന് തോന്നി. എന്തായാലും പ്രകാശ് വർമ്മ എന്ന് പറയുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഇപ്പൊ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. എന്നാലും എന്നെ ഇതിന്റെ ജസ്റ്റ് ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്, അത് വായിക്കുമ്പോൾ തന്നെ ഏകദേശം ഐഡിയ കിട്ടും. ആദ്യ ചിത്രത്തിൽ തന്നെ മോഹൻലാലിനോട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പ്രകടനം, പക്ക ഒപ്പത്തിനൊപ്പം തന്നെയാണ്, ഒരു താരി താഴെ പോയിട്ടില്ല. ആ പ്രകടനം കാഴ്ചവെച്ച പ്രകാശ് വർമ്മ പക്ഷേ നിസ്സാരക്കാരനല്ല, മലയാളികൾക്ക് അത്ര അപരിചിതനുമല്ല. പരസ്യ മേഖലയിലെ പുലിയാണ് കക്ഷി. വോഡഫോണിന്റെ സൂപ്പർ ഹിറ്റായി മാറിയ സൂസു പരസ്യം, സൂസു മറ്റേ കുറെ നടക്കൂലേ, അത് മനസ്സിലായല്ലോ. നൻപകൽ നേരത്തെ മയക്കത്തിൽ പ്രചോദനമായ ഗ്രീൻ പ്ലൈയുടെ പരസ്യം, ഷാറൂഖ് ഖാന്റെ പ്രശസ്തമായ ദുബായ് ടൂറിസം പരസ്യം എന്നിങ്ങനെ പ്രശസ്തമായ നിരവധി പരസ്യങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ചത് പ്രകാശ് വർമ്മയാണ്. ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള നിർവാണ ഫിലിംസിന്റെ തലവൻ എന്ന രീതിയിൽ പരസ്യ ലോകത്തിന് ഏറെ സുപരിചിതനാണ് പ്രകാശ് വർമ്മ. ആലപ്പുഴ സ്വദേശിയായ പ്രകാശ് വർമ്മ 2001 മുതൽ പരസ്യരംഗത്ത് സജീവമാണ്. ലോഹിതദാസ്, വിജി തമ്പി എന്നിവർക്കൊപ്പം സംവിധാന സഹായിയായും പ്രകാശ് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് VK പ്രകാശിന്റെ പരസ്യചിത്രങ്ങളിലൂടെയാണ് പരസ്യ മേഖലയിലേക്ക് കടന്നു വരുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ പ്രകാശ് വർമ്മ, അദ്ദേഹത്തിന്റെ അഭിനയത്തിന് ഒന്നും പറയാനില്ല. ജസ്റ്റ് അദ്ദേഹത്തിന് ഏറ്റവും കൊടുക്കുന്ന ഒരു ബഹുമതി തന്നെ എനിക്ക് തോന്നുന്നു ലാലേട്ടനോടൊപ്പം പിടിച്ചു നിന്നു എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന് കിട്ടാവുന്ന ഒരു ബഹുമതിയാണ്. കാരണം ലാലേട്ടനെ പോലെ അത്ര ഒരു വലിയ പെർഫോമറുടെ കൂടെ ഒരു കടുകുമണി പോലും താഴത്തേക്ക് പോവാതെ കട്ടകി പിടിച്ചു തന്നിട്ടുണ്ട്. സോ അതാണ് അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല പ്രിസിഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അർഹിക്കുന്നതാണ്, വെറുതെ നമ്മളൊരു സന്തോഷത്തിന് പറയല്ല. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. നെക്സ്റ്റ്, റെട്രോയിലെ ആദ്യ ചോയ്സ് രജനീകാന്ത് ആയിരുന്നു എന്നുള്ളത് ഈ അടുത്ത് ഒരാള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ എന്താ പറയാ കാർത്തിക് സുബ്രാജ്. അപ്പൊ അതിനെക്കുറിച്ച് കുറെ ആളുകൾ പറഞ്ഞത് രജനിക്ക് വേണ്ടി എഴുതി വെച്ചത് സൂര്യ ചെയ്താൽ ശരിയാവില്ല എന്ന രീതിയിലൊക്കെ. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് സൂര്യ ഇത്തരം ചില പ്രത്യേക ടൈപ്പ് ക്യാരക്ടർ ചെയ്യാൻ സൂര്യ ഭയങ്കര ഹെവിയാണ്. മാത്രമല്ല ഇവിടെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ആക്ഷൻ ചിത്രമായി പ്ലാൻ ചെയ്ത് പിന്നീട് ഈ കഥ സൂര്യയോട് പറയുകയും അദ്ദേഹത്തിന് ഇഷ്ടമായതോടെ ഒരു ലവ് സ്റ്റോറി എന്ന രീതിയിലേക്ക് മാറ്റുകയും ചെയ്തു. സോ സൂര്യക്ക് വേണ്ടി അത് മാറ്റിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ രീതിയിലേക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് കാർത്തിക് സുബ്രാജ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഡയറക്ടർ ഇൻ ഇന്ത്യൻ സിനിമ, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഈസിയാണ് ഈ കാര്യങ്ങൾ. നെക്സ്റ്റ് അതിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു, ജയിലിരിക്കുന്ന ഈ ഒരു പോസ്റ്റർ ആയിരുന്നു, ലാഫ്റ്റർ വാർ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു പോസ്റ്റർ. ഇത് ആ പാട്ടിലൊക്കെ നമ്മൾ ഈ വേഷവും കാര്യങ്ങളൊക്കെ കണ്ടാണ്. ജയിലിൽ നിന്ന് എന്താ പോകണമെന്ന് നമുക്കറിയില്ല, വൻ പടമായിരിക്കും എന്ന് വിചാരിക്കുക. ആൻഡ് വൺ എന്ന സിനിമയിൽ വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്ലിംസിൽ അല്ലെങ്കിൽ സോങ്ങിൽ അദ്ദേഹം ലാസ്റ്റ് ഒരു മറ നീക്കി ഇങ്ങനെ പോകുന്നുണ്ട്. അതിന്റെ ഫ്രണ്ട് ഭാഗത്തിൽ ഒരു പോസ്റ്റർ വന്നിട്ട് ഇതാണ് 6 more days എന്ന് പറഞ്ഞിട്ട് തന്നിരുന്നത്. എന്തായാലും സിനിമയിൽ വൻ പ്രതീക്ഷയാണെന്ന് പറഞ്ഞാൽ വൻ പ്രതീക്ഷയാണ്. തുടരുമായിരുന്നു നമുക്ക് മലയാളത്തിൽ നിന്ന് വലിയ പ്രതീക്ഷയുള്ള സിനിമ. അപ്പോഴും ഞാൻ പറഞ്ഞത് റെട്രോ എനിക്ക് അതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷ ഉണ്ടെന്നുള്ളത്. തുടരും സത്യം പറഞ്ഞാൽ ഞെട്ടിച്ച് കളഞ്ഞു. റെട്രോ എന്താവുന്നുള്ളത് കണ്ടറിയാനുള്ള വല്ലാത്തൊരു ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്, നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണുള്ളത് നമ്മൾ രേഖപ്പെടുത്തും. താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ